ഓം ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാഭാഗോ ശാസ്തേ സ്തുഭ്യം നമോ നമഃ. ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 മെയ് മാസ ഫലം. അത് കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ 3-4 പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. അത് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് മെയ് മാസത്തിൽ വന്നു ചേരാവുന്ന ഉയർച്ചകളും ഭാഗ്യങ്ങളും ദൈവാധീനങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെയാണ് വിചിന്തനം ചെയ്യുന്നത്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ നേരിട്ട് വരുന്നതിനൊക്കെ അവസരമുണ്ടായിരിക്കുന്ന ഓൺലൈനായിട്ടൊക്കെ അറിയുന്നതിന് താഴെ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. കുംഭം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഈ മെയ് മാസത്തിൽ വ്യാഴം, അത് ധനസ്ഥാനത്തിൻ്റെയും ഉപജയസ്ഥാനം 11-ാം ഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ആ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം 5-ാമിടത്ത് പ്രതിഭാസ്ഥാനത്താണ് നിൽക്കുന്നത്. പ്രജ്ഞാപ്രതിഭ, മേധ, വിവേകശക്തി, പുരാതനം, പുണ്യം, മന്ത്ര, മാതൃതഞ്ച, ചിന്തനീയം, പഞ്ചമഭാത് എന്ന പ്രമാണപ്രകാരം വളരെയധികം നല്ല ഒരു മാസമാണ്. നല്ല നല്ല അനുഭവങ്ങൾ വന്നു ചേരുക. സുഹൃത്തുക്കളുടെ അടുത്തു നിന്നായാലും കുടുംബത്തിൽ നിന്നായാലും അധ്യാപകരിൽ നിന്നായാലും, ഇനി അതല്ല ഏതെങ്കിലും തരത്തിലുള്ള ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് ഇടപാടുകാർ പർച്ചേസ് ചെയ്യുന്നിടത്തും സെല്ലിങ് ചെയ്യുന്നിടത്തും വാങ്ങുന്നിടത്തും വിൽക്കുന്നിടത്തും ഒക്കെ അത് ഏത് കാര്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഒരു നല്ല അനുഭവങ്ങൾ, പൊതുവെ സമൂഹത്തിൽ ഒരു മതിപ്പുണ്ടാകുവാൻ, അതുവഴി വ്യാപാര വിപണനങ്ങളൊക്കെ വർദ്ധിക്കുക, തൊഴിൽപരമായ പുരോഗതികൾ വന്നു ചേരുക. കൂടാതെ സ്ഥാനമാനങ്ങളോടുകൂടിയ അധികാരത്തോടുകൂടിയ ചില സ്ഥാനമാനങ്ങളൊക്കെ രാഷ്ട്രീയ രംഗത്തും അതുപോലെ ഈ സാമൂഹ്യ സന്നദ്ധ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർക്കും സമുദായ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ അതിലെ സേവന മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിൽ വിജയിക്കുവാനായിട്ട് സാധിക്കും. അംഗീകാരം കിട്ടുവാനായിട്ടൊക്കെ യോഗമുള്ള, ഭാഗ്യമുള്ള, ദൈവാധീനമുള്ള ഒരു സമയമാണ്. അതായത് കുംഭം രാശിയെ സംബന്ധിക്കുന്നിടത്തോളം ഭാഗ്യാധിപനായിരിക്കുന്ന ഗ്രഹം എന്ന് പറയുന്നത് ശുക്രനാണ്. ശുക്രൻ ഭാഗ്യാധിപനായിരിക്കുക മാത്രമല്ല, കുംഭം രാശിക്കാർക്ക് രാജയോഗകാരകനാണ്. അങ്ങനെ രാജയോഗകാരകനായിരിക്കുന്ന ആ ശുക്രൻ സുഖസ്ഥാനമായ 4-ാമിടത്ത് നിൽക്കുന്നു. അത് ഭാഗ്യാധിപനായിരിക്കുന്ന 5-ാം ഭാവാധിപനായിരിക്കുന്ന ബുധനോട് യോഗം ചെയ്ത് നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ വന്നു ചേരും. അതായത് വാഹനം വന്നു ചേരുക, ഉള്ള വാഹനം തന്നെ ഒന്ന് പുതുക്കിപ്പണിയുകയോ അല്ലെ മെയിൻ്റനൻസ് ചെയ്തെടുക്കുക, ഗൃഹം പുതുക്കിപ്പണിയുക, പുതിയ ഗൃഹം വാങ്ങിക്കണം എന്നുള്ളവർക്ക് വന്നു ചേരുക. സാഹിത്യകാരന്മാരായിരിക്കുന്നവർക്ക്, നർമ്മവുമായി ബന്ധപ്പെട്ട് ഹാസ്യ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, അങ്ങനെ ഉള്ള കലാകാരന്മാരായിരിക്കുന്ന ആൾക്കാർക്ക് വിവിധങ്ങളായ രീതിയിൽ ഈ നക്ഷത്രക്കാരായിരിക്കുന്നവരുടെ മാതാപിതാക്കൾക്ക് അനുഗ്രഹം ഉണ്ടാകുക, ദൈവാധീനം ഉണ്ടാകുക, തൊഴിൽ പുരോഗതി ഉണ്ടാകുക, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുക, അങ്ങനെയൊക്കെ വന്നു ചേരുവാൻ യോഗമുണ്ട് ഈ കുംഭം രാശിക്കാർ. ഏഴരശനിയൊക്കെ തീർന്നിട്ടില്ല, പലതരത്തിലുള്ള കഷ്ടതകളൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഇതൊക്കെ എനിക്കറിയാം, അതൊക്കെ കരുതി വെച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. എന്നിരുന്നാലും അപ്രതീക്ഷിതമായ ചില ഭാഗ്യാവസ്ഥകൾ വന്ന് സന്തോഷത്തിന് ഒരു വകയുള്ള എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാകുന്ന ഒരു മാസമാണ് മെയ് മാസം. ആദിത്യൻ്റെയും ചൊവ്വായുടെയും ഒക്കെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുകയും വേണം. അതായത് സംസാരം സ്ഫോടനാത്മകമായി, കുടുംബാന്തരീക്ഷമായാലും സമൂഹമായാലും തൊഴിൽ മേഖല ആയാലും കലുഷിതമാകാതെ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുമ്പോഴും അവരവരുടേതായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴും അധിക സാഹസികത പാടില്ല. അതിൽ നിന്നൊക്കെ ചില തിക്ത അനുഭവങ്ങളും ചില ദോഷങ്ങളും ഉണ്ടാകാം. പ്രത്യേകിച്ച് ഇലക്ട്രോണിക്കൽ സംബന്ധമായ ജോലികൾ ചെയ്യുന്നത്, ലൈൻമാൻമാർ, ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന ഇലക്ട്രീഷ്യന്മാർ, ഗ്യാസിലൊക്കെ
പാചകം ചെയ്യുന്ന അമ്മമാർ, പുരുഷന്മാരൊക്കെ ശ്രദ്ധിക്കണം. സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുക, പടക്കം പൊട്ടിക്കുക, അതുപോലെ തന്നെ സൈനിക വിഭാഗത്തിലൊക്കെ ജോലി ചെയ്യുന്ന മിലിറ്ററി ഓഫീസേഴ്സ്, അതുപോലെ തന്നെ പോലീസുകാർ, അവർക്കൊക്കെ വളരെ ജാഗ്രത വേണം. സാഹസികമായ കാര്യങ്ങളിലൂടെ ചില തീരുമാനങ്ങളും പ്രവർത്തികളും ഒക്കെ ചെയ്യേണ്ടതായ ചില സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനുള്ള അനന്തരമായ രീതിയിലുള്ള സംരക്ഷണവും കൂടി ഉറപ്പുവരുത്തിയിട്ട് വേണം അധിക സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടുവാനായിട്ട്. അത് വളരെ ജാഗ്രതയും ശ്രദ്ധയും ഒക്കെ അനിവാര്യമാണ്. ശത്രുക്കളൊക്കെ കുറയുന്ന ഒരു സമയമാണ്. ദൈവാധീനമൊക്കെ ഉണ്ടല്ലോ. സുഹൃത്തുക്കൾ മൂലമോ സഹോദര സ്ഥാനീയർ മൂലമോ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം. ദാമ്പത്യ ജീവിതത്തിൽ പല രീതിയിലും കലുഷിതകൾ ഉണ്ടാകുന്നതിനൊക്കെ സൂചനയുണ്ട്. എന്നിരുന്നാലും വിട്ടുവീഴ്ചയിലൂടെ ജീവിക്കുന്നവർക്ക് സന്തോഷമുണ്ടാകും. അതായത് ഏതെങ്കിലും തരത്തിൽ ഉല്ലാസയാത്ര പോകുന്നതിനോ മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിനോ പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ വന്നു ചേരുക, തേജസ് വർദ്ധിക്കുക, അങ്ങനെ പല രീതിയിലുള്ള വിജയങ്ങൾ വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് വിജയം ഉറപ്പായും കിട്ടും. അതുപോലെ തന്നെ ഈ ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർ, അവർക്ക് പാസ്സാകാൻ സാധിക്കും. അതായത് സാമ്പത്തിക സ്ഥാപനവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ, പണം കൊടുക്കുന്നവർ, വാങ്ങുന്നവർ, സാമ്പത്തികവുമായി ബന്ധപ്പെട്ട കച്ചവടങ്ങൾ ചെയ്യുന്നവർ, അവരൊക്കെ വളരെ ജാഗ്രത പാലിക്കണം. കരാറുടമ്പടികളിൽ ഒപ്പുവയ്ക്കുന്നതുമൊക്കെ കൊള്ളുകേലാത്ത കൂട്ടുകെട്ടൊക്കെ കൂടി അബദ്ധത്തിൽ ചെന്ന് ചാടിയിട്ട് ഞാൻ അങ്ങനെ വിചാരിച്ചില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വളരെയധികം ശ്രദ്ധയും ക്ഷമയും വീട്ടിലുള്ള ആൾക്കാർ, അതായത് സഹോദരങ്ങളുമായിട്ടോ ജീവിത പങ്കാളിയുമായിട്ടോ മാതാപിതാക്കളുടെയൊക്കെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മുൻപോട്ട് പോയാൽ അധിക കുഴപ്പങ്ങളിൽ ചെന്ന് ചാടി പിന്നെ പോലീസ് സ്റ്റേഷനൊക്കെ കയറി കോടതി കയറി ഒക്കെ നാണം കെടുന്നതിലും വളരെ നല്ലതാണ്. സാമ്പത്തികം കൊടുക്കൽ വാങ്ങൽ ഒക്കെ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്വന്തം നാട് വിട്ടൊക്കെ ഓരോ കാര്യങ്ങൾക്ക് പോകേണ്ടവർക്കും ജോലിക്കായിട്ടും പഠനകാര്യത്തിനും വിസിറ്റിങ്ങിനായിട്ടൊക്കെ പോകുന്നവർക്കൊക്കെ നല്ലതാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും പുണ്യതീർത്ഥത്തിൽ സ്നാനം ചെയ്യുന്നതിനും ഒക്കെ ഒരു അവസരങ്ങളും യോഗവും ഭാഗ്യവും വന്നു ചേരും. ഏറ്റവും പ്രധാനമായിട്ട് ശാസ്താവിനെ ഭജിക്കുക, മഹാഗണപതിയെ ഭജിക്കുക, ഗണപതി ഹോമം വഴിപാട് നടത്തുക, ശാസ്താവിന് നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകൾ ചെയ്യുക. അതുപോലെ തന്നെ സർവേശ്വരകാരകനായ വ്യാഴപ്രീതിക്കായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം സ്ഥിരമായിട്ട് ജപിക്കുന്നതുമൊക്കെ ദോഷങ്ങളൊക്കെ മാറി മനസ്സ് പോസിറ്റീവായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ, നല്ല ചിന്തകൾ ഉണ്ടാകുവാനൊക്കെ ഉത്തമമാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.